എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സെക്കൻഡ് ഹാൻഡ് EV വണ്ടി എടുക്കുമ്പോൾ മിനിമം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ വണ്ടിയെക്കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ മാറിയിട്ടുണ്ടോയെന്നോ, വണ്ടി എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളത്, എന്തിനാണ് ഇത്ര ചെറിയ വിലയ്ക്ക് വണ്ടി വിൽക്കുന്നതെന്നോ ഒക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ വിലയ്ക്ക് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് ഹരിയാനയിൽ നിന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ചാടി എടുക്കും. എന്നാൽ ആ ചാടി എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഭവിഷ്യത്താണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു കസ്റ്റമറാണ്, കുറഞ്ഞ വിലയ്ക്ക് എടുത്ത വണ്ടി. അത് നമ്മളെപ്പോഴും EV വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ബാറ്ററിയാണ് നോക്കേണ്ടത്. HP ബാറ്ററി പാക്ക്. കാരണം ആ ബാറ്ററിയാണ് ആ വണ്ടിയെ നിയന്ത്രിക്കുന്നത്. ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ആ വണ്ടി ഒന്നിനും കൊള്ളത്തില്ല. സോ നമ്മൾ ആദ്യം ബാറ്ററി നോക്കണം. ഇന്ന് ഈ ഒരു കസ്റ്റമർ വണ്ടി എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാറ്ററിയാണ് കത്തി ഉരുക്കിയിരിക്കുന്നത്. കാരണം ബാറ്ററി കംപ്ലൈൻ്റ് ആകും. കാരണം വെള്ളം കയറുന്നതുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആവുന്നത്. കാരണം കണ്ടില്ലേ നിങ്ങൾ, ഈ തുള വന്നാന്നറിയോ, വണ്ടി ബാറ്ററി പൊട്ടിത്തെറിച്ചതാണ്. വണ്ടി കത്തേണ്ട വണ്ടിയായിരുന്നു. കണ്ടില്ലേ, ആ ബാറ്ററി പാക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള സർഫസാണ് നിങ്ങൾ കാണിച്ചത്. കണ്ട കത്തി ഉരുക്കിയിരിക്കണുണ്ടോ? ഈ വണ്ടികൾ മാക്സിമം ഈ വണ്ടി കത്തുക എന്നുള്ളത് നിങ്ങൾ ഇടുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് കത്തിയെന്നോ ഇടിയ സമയത്ത് കത്തിയെന്നോ, അത് ബാറ്ററിയിൽ നിന്ന് എക്സ്പ്ലോഷൻ വരുന്നതുകൊണ്ടാണ് കത്തുന്നത്. ബാറ്ററി വെള്ളം കയറി ഷോർട്ടായാണ് കത്തുന്നത്. ബാറ്ററി കൊള്ളില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണമെന്ന് വെള്ളത്തിൽ കൊണ്ട് വണ്ടി ഇടുന്നു. ആ സമയത്ത് ബാറ്ററി ഉള്ളിൽ വെള്ളം കയറുക, ബീത്ത പ്ലഗ് ത്രൂ വെള്ളം കയറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ഷോർട്ടായി കത്തിയാണ് നിങ്ങൾ കാണുന്നത്. ഇനിയെങ്കിലും സൂക്ഷിക്കുക. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് വണ്ടി ഒന്ന് പൊക്കി നോക്കുക, വണ്ടിയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, വണ്ടി എന്താണ് കംപ്ലൈൻറ്റ് ഫസ്റ്റ് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു പണി കിട്ടുകയും ചെയ്യും.